എത്ര നാളായി നമ്മൾ ഈ നാട്ടിലൊക്കെ വന്ന് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് അല്ലേ അച്ചായ? പിന്നല്ലാതെ. നിങ്ങൾ കേട്ടോടെ പിള്ളേരെ, അവിടൊന്നും ഈ ക്രിസ്മസ് ആഘോഷമേ ഇല്ല. ക്രിസ്മസ് വരുന്നതും അറിയത്തില്ല, പോകുന്നതും അറിയത്തില്ല, എല്ലാം അങ്ങ് മൂകതയാ. അതൊക്കെ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ്. ഓ, എന്തൊരു നൊസ്റ്റാൾജിയ, എന്തൊരു വൈബായിരുന്നു. അതുകൊണ്ട് ഈ വട്ടത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണോടാ പിള്ളേരെ. പിന്നല്ല അച്ഛാ, ആഘോഷിക്കാനുള്ള സാധനം കൊണ്ടുവന്നിട്ടില്ലയോ? എടാ, അതില്ലാതെ ഞാൻ നാട്ടിലോട്ട് വരുവോ? തെറ്റല്ല, അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസിന് ഒരൊന്നാം തരം കരോളിന് പോണം. കരോള് ഞങ്ങൾ എല്ലാ കൊല്ലം ഇറങ്ങാറുള്ളല്ലോ, അതൊന്നും സെറ്റ് ചെയ്യാൻ ചേച്ചി. എന്നാ ഈ വട്ടം ഞാനും വരുന്നത്. പിന്നെന്താ കരോളിന് നീ എടീ 9 എന്ന് പറയുന്ന സമയം കണ്ടു കഴിഞ്ഞാൽ കട്ടിലേക്ക് കിടന്നുറങ്ങുന്നത് നീ 10 മണിക്ക് കരോളിന് പോയി. അത് സാരമില്ല, ഞാൻ പൊക്കോളാം. പണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് കരോളിന് പോയിട്ടുണ്ട്. അത് നല്ല ഉറക്കം നിന്നിട്ട്. എനിക്ക് ആ നൊസ്റ്റാൾജി തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് കരോളിന് പോകണോ വെച്ചായാ. ചേച്ചി, ഈ പ്രാവശ്യം ക്രിസ്മസ് നമ്മളെങ്കിൽ കളറാക്കും, വൈബാക്കും, പൊളിയാക്കും. അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യാം. ഈ വർഷത്തെ കരോളിന് നമുക്ക് കിട്ടുന്ന കാശെല്ലാം നമുക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 5 പൈസ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നില്ല. അങ്ങനെയാണ് ഞാനും കൂടെ. താങ്ക് യു. മാത്രമല്ല, നമുക്കൊരു വെറൈറ്റിയും കൂടെ പിടിച്ചാലോ? വെറൈറ്റിയോ? എന്ത് വെറൈറ്റി? നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് കരോളിന് നമ്മളായിട്ടായിരിക്കത്തില്ല പോകുന്നത്. മേരി, ജോസഫ്. ഓ, ജോസഫിന്റെ ലുക്ക് തീരെ പോരാ. നിങ്ങൾ പപ്പാനി ആയാൽ മതി. നീയാണ് എൻ്റെ ജോസഫ്. ഓക്കെ. ജോസഫ്, യേശുക്കുഞ്ഞ് എല്ലാവരും കൂടെ പോയി അടിച്ച് പൊളിച്ച് വെറൈറ്റി ആക്കിയിട്ടായിരിക്കും നമ്മൾ ഇത്തവണ വരാൻ പോകുന്നത്. ഇതാണോ വെറൈറ്റി? എടീ, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ കരോളിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നാ മേരിയും ജോസഫും കുഞ്ഞും മാത്രമല്ല, വേറെ ചില ആൾക്കാരൂടെ ഉണ്ട്. അത് കണ്ടറിഞ്ഞാ മതി. എടാ, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആരും ഇല്ല. നമ്മളിനി എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ, ഇതിപ്പോ അങ്ങനെ അറിയുന്നൊന്നും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് പിന്നെ കാണാൻ വരാം. പിന്നെ വന്ന് അങ്ങനെ ശരിയാവുന്നേ. ഇത് കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിട്ട് പോയായിരുന്നെങ്കിൽ ഒരു ഓട്ടോടെ ലാഭിക്കായിരുന്നല്ലോ. ഇതിപ്പോ ഭയങ്കര മെനക്കേതായിരുന്നോടാ. ഹലോ, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാവേ. ആരാ? എന്താ ചേട്ടാ, ഇവിടെ ആരും ഇല്ലയോ? ഇല്ല, കുര്യച്ചാൻ ഓസ്ട്രേലിയ വരെ പോയേക്കോണേ മോളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. എന്തായിരുന്നു ചേട്ടാ? ഞങ്ങളെ ഇൻഷുറൻസ് കമ്പനിക്കാരാ. ഇൻഷുറൻസിന്റെ കാര്യത്തിന് വേണ്ടി വന്നേ. അച്ചായൻ കുറവ് 3-4 തവണ അടച്ചാനുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടുത്തെ അച്ചായൻ കുറച്ച് ഇൻഷുറൻസ് മുടക്കി കിടക്കുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരുവാ. അപ്പോൾ ആൾ ഇവിടെ ഇല്ലേ? ഓ, അത് നമുക്കറിയത്തില്ല. അച്ഛന് വരും. അച്ഛന് 1-ാം തീയതിക്ക് മുമ്പ് വരും. ഒന്ന് വന്നു നോക്ക്. അല്ല ചേട്ടാ, ഇതേ ഒരു 13,000 സ്ക്വയർ ഫീറ്റ് കാണുമോ? എന്തുവാ? 13,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കുമല്ലോ വീട്. ഇത് 3,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഞാനാ പണിഞ്ഞത്. ചേട്ടനെന്താ പഞ്ഞേ? അതാ പനിയാത്തോ? 3 ബെഡ്റൂമോ? 3 അല്ല, 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം, കിച്ചൺ ഫുള്ള് കബോർഡ് അടിച്ച് നമ്മൾ ഇന്റീരിയറും എല്ലാം ചെയ്തിട്ട് നമ്മൾ കൊടുത്തത്. ആണല്ലേ? കൊള്ളാം. അപ്പോൾ പുതിയ തേൻ വരുമ്പോൾ ഞങ്ങൾ വന്ന് കണ്ടോതാ. ഇത് ചേട്ടൻ പഞ്ഞ തന്നു. ഇത് നമ്മുടെ പുതിയൊരു പ്രോജക്റ്റാ. ശരി എന്നാ, പോയിട്ട് വരാം. പുതിയ തന്നെ വരുമ്പോൾ ഞങ്ങൾ വന്നോളാം. സന്തോഷം. ഓ, ശരി എന്നാ. എടാ പറയടാ, ഇവിടെ ഇൻഷുറൻസിൻ്റെ കുറച്ച് ആൾക്കാർ വന്നായിരുന്നേ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ വർഷത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. അല്ല, നിങ്ങളെല്ലാം ഒന്ന് നിന്നേ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ആട്ടിടയന്മാരും മേരി നല്ല സെറ്റ് ആയിട്ടുണ്ട്. എന്ത് ചിരിക്കുന്നേ? നീ ആട്ടിടയന്മാരെ ഒന്ന് നോക്കിക്കേ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ധ്രുവത്തിനകത്തില് വില്ലന്റെ വീട്ടില്ലേ? വലിയ തമാശ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മേരിക്കും ജോസഫിനും ആട്ടിടയന്മാർക്കും എല്ലാം ഈ ക്രിസ്മസിന് ഒരു സ്ഥാനമുണ്ട്. ഈ സാന്റാക്ലോസിനും ക്രിസ്മസിനും തമ്മിൽ എന്തുവാ ബന്ധം? എന്താണ് സ്ഥാനമെന്ന് ചോദിച്ചാൽ നീ തുള്ളുവായി ഉൾപ്പെട്ടുണ്ട്. ഇല്ല, നീ തുള്ളൂടാ. നീ ധ്രുവം തുള്ളുവോ? ഹലോ, കണ്ടോ? തുള്ളത്തില്ല. അപ്പം എന്താണ്? ഒരുക്കി കെട്ടിയ തുള്ളാൻ ഒരാൾ വേണം. അതിന് വേണ്ടിയിട്ടാണ്. നടക്ക. അതല്ല, എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. പണ്ടൊക്കെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ കൊട്ടും താളവും പാട്ടും ഭയങ്കര വൈബായിരുന്നു. ഇപ്പം എനിക്ക് വൈബ് കിട്ടുന്നില്ല. നൊസ്റ്റാൾജി അടിക്കുന്നില്ല. ചേച്ചിക്ക് ഇപ്പം എന്താ വേണം? വൈബ് വേണം. അത്രയല്ലേ ഉള്ളൂ. സെറ്റാക്കാം. പിടിച്ചോ. വെൽക്കം ടു കരോള് രാത്രി. തൊപ്പിയെടുത്ത് തലയിൽ കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും പപ്പാനി. ക്രിസ്മസിന് ആരംഭം, സകലയിടത്തും ആഘോഷം, സിരയിലെല്ലാം ആമോദം. നടക്കപ്പോൾ കരോള്, കര 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 കരോള്, കരോള് 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 കരോള്, കര 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 കരോള്, കരോള് 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 കരോള്.
നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേന്ന് നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. നിനക്കറിയാവോ? അറിയാം. നമ്മളിപ്പോ പോകുന്നത് കുതുവാച്ചായന്റെ വീട്ടിലോട്ടാണ്. കുതുവാച്ചായന്റെ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3000 കൊതഫീത്ത. 3000 കൊതഫീത്തി 4 ബെഡ്റൂമുണ്ട്. 4 ബെഡ്റൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കയറുന്നു, മൊത്തം സാധനം തൂത്ത് പതക്കി എടുക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. അത്രയും ഒരു കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എടാ ഇവൻ എന്ത് ഇവിടെ പറയുന്നത്? ഇവര് നാക്കിൽ എന്ത് പറ്റിയടാ? എടാ ഉള്ള ചൂട് വാറ്റലെടുത്ത് അണ്ണാക്കിലൊഴിച്ചതാ. നാക്കാലട ചുവന്ന് തുടുന്ന് പൊങ്ങിയിരിക്കുക. എടാ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ തൂത്ത് വാരി നമുക്ക് ലാവിഷായിട്ട് പറക്കാനുള്ള സാധനം മൊത്തം ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക. ഇപ്പൊ വാർത്തയും മൊത്തവും നമ്മുടെ കാര്യമാണ്. കുതുവാസംഘം ഇറങ്ങിയെന്ന് ഒരു കാരണവശാലും നമ്മൾ പിരികൊടുക്കരുത്. കയറുന്നു, സാധനം എടുക്കുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ. 3000 കൊലഫീറ്റ്. നട്ടപ്പാതിര രാവിൽ ആ വേദിയില്ല ഹേമിൽ യേശു മഹേശൻ മാനവനായി വന്നു പിറന്നുവല്ലോ. നട്ടപ്പാതിര രാവിൽ ആ വേദിയില്ല ഹേമിൽ യേശു മഹേശൻ മാനവനായി വന്നു പിറന്നുവല്ലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇതെന്താ ഈ വേഷങ്ങള്? റൈറ്റ് അല്ലേ? മേരി, ഔസേപ്പ്. അങ്കിൾ ഇവിടെ ഈ പ്ലാവുണ്ടോ? ഇവിടെ അടുത്തുണ്ടല്ലോ, പറയലുണ്ടല്ലോ. ആടിത്തിരി തൂപ്പിട്ടായിരുന്നു. ആട്ടിടയന്മാര്. അപ്പം തുടങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ലാ 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 ലാ. രാവായി ക്രിസ്മസ് രാവായി ഇനി ആഘോഷത്തിൻ നാളായി. പോകാം വായോ പോകാം ഉണ്ണിയേശുവിനെ കാണാൻ. കിട്ടി ദർശനം കിട്ടി, കിങ്സിനെത്തി കാഴ്ച കെട്ടി. ഞെട്ടി മറിയം ഞെട്ടി, യേശു കൂട്ടി അത് കിട്ടി. ഹേ പപ്പാനി ഒരു പൂ തരാമോ? ഹേ പപ്പാനി പൂ കേക്ക് തരാമോ? വൈനടിച്ചാൽ നമുക്ക് കാത്തിടണ്ടേ, വൈനെടുക്കാൻ കയ്യിൽ കാശ് വരണ്ടേ. ഹേ പപ്പാനി ഒരു പൂ തരാമോ? ഹേ പപ്പാനി പൂ കേക്ക് തരാമോ? വൈനടിച്ചാൽ നമുക്ക് കാത്തിടണ്ടേ, വൈനെടുക്കാൻ കയ്യിൽ കാശ് വരണ്ടേ. അപ്പൊ കഴിഞ്ഞു. ഒരു 50 രൂപ ഇങ്ങടുത്തേ. 50? അയ്യോ സാറേ, ഞങ്ങളിതൊരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാ. അപ്പൊ കുറച്ചുകൂടെ എന്തെങ്കിലും. ഓ ചാരിറ്റിക്കാണോ? എന്നാ ഒരു 25 എടുത്തേരെ. ലോപ്പത്ത്, നിനക്ക് എന്താ വാടകയെന്നറിയാമോ? പിന്നെ അത് ആരാ പറയുന്നത്? നാനാ, ഓ ഈ ഡ്രസ്സിന് തന്നെ 650 രൂപയാണ്. ഉരുശൻ വയറിന് പണിയെടുക്കുന്ന കുറച്ച് പിള്ളേർക്ക് അന്നം കൊടുക്കാൻ വേണ്ടിയിട്ടാ. പൈസ തരുമോ? മക്കളെ, ഇതിനോടകം 5-6 കൂട്ടർ വന്നിട്ട് ചാരിറ്റിയുടെ പേര് വന്ന് തുള്ളി ചാടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് 25 രൂപ വേണോ വേണ്ടായോ? അത് പറ. അത് മതി. എന്തുവാ പൊത്താ കാണിക്കുന്നേ? പത്തി പേടിച്ചു പോയി. ഏതാ ഇതേതോ പൊത്തന്മാരുടെ വീടാന്ന് തോന്നുന്നു കേട്ടോ. എടാ കുത്തി ഇട്ടിട്ടില്ല അതിനകത്ത്. നമുക്ക് എളുപ്പമായില്ല. നമുക്ക് എളുപ്പമായി. ഏതാ നീ ഇതങ്ങോട്ടൊന്ന് നോക്കിയേ. ക്യാമറ കണ്ടോ? നമുക്ക് ക്യാമറക്കകത്ത് മുഖം കാണിച്ചിട്ട് കേറാം. അതിലൂടെ നമ്മൾ ചെയ്ത് മാത്ത്. മണ്ടന്മാര് നമ്മുടെ മുഖത്ത് കരിയും പൂശി ഇറങ്ങുമ്പോ ക്യാമറ കണ്ട നമുക്കെന്താ? നിക്കണം ക്യാമറ നോക്കി നമുക്ക് പോകണം. ഒരുങ്ങിയിരുന്നു. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടയിലുണ്ട്. വീണ്ടും കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടയിലുണ്ട്. വീണ്ടും കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടയിലുണ്ട്. വീണ്ടും കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടയിലുണ്ട്. ഏതാ നീ എന്തിനാ ഈ പമ്മി പോകുന്നത്? ഇവതങ്ങ് ഒരു പത്തിക്കുഞ്ഞുമില്ല. രാജാവിന്റെ മേളിൽ നിന്ന് ഇറങ്ങാവോ? ഏതാ
ഞാൻ കുടുങ്ങിയിരിക്കും. ഇതൊരു പദബന്ധാരം വീത. ഈ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ മൊത്തം നമുക്ക് എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? മോത്തിക്കണം. മോത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കക്കണം. കക്കാൻ നമ്മൾ എന്ത് ചെയ്യുവതാ? കള്ളല്ല. എടാ നമ്മൾ ആരാതാ? നമ്മൾ കള്ളന്മാരല്ലേ? നമ്മൾ എന്താണ് നമ്മളെ മനസ്സിലാക്കാത്തതാ? ഇങ്ങോട്ട് വാ. ഏതാ എന്തു ആദാ ഇത്? പാവകൾ ബുദ്ധക്കുന്ന്. ഏതാ ഈ വീട് 3000 കൊലഫീത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യം ചെയ്യും, ഇവനെ തറയുന്നത് ഏതെങ്ങനെ തറയത്? നീ അങ്ങോട്ട് പോ, നീ മേപ്പോട്ട് പോ, ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ. കുപ്പിയും പാത്തയും ഒന്നും വരണ്ട. മൊത്തം പതക്കും. ഓക്കെ, മൊത്തം പതക്കണം. എന്തുവാ? മൊത്തം പറക്കാം. ആ പോ, പോക്കോ. കുര്യാച്ചൻ്റെ വീട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയിക്കോട്ടൊരു പണി കൊടുക്കും. ഇവിടെ തന്നെ കയറാം. അടുത്ത കുര്യച്ചിന് വീടാണ് കയറണ്ടടാ. അയാളുടെ മകൻ എച്ചിയ. അതെന്താ? എൻ്റെ ചേച്ചി ഇയാളുണ്ടല്ലോ, കരോളുകാരെ കണ്ട് അപ്പം കയറി കഥ പടച്ച് ലൈറ്റ് ഓഫ് ചെയ്തെങ്കിരിക്കും, ആളില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ എത്ര രൂപയാണെന്നറിയാം? 5 രൂപ. അത് പട്ടി കിട്ടുമായിരുന്നു പോലെ. എങ്കിൽ ഇത്തവണ നമ്മൾ അയാളുടെ വീട്ടിൽ കയറുകയും ചെയ്യും, അയാളുടെ കയ്യിൽ നല്ല കാശ് വാങ്ങിക്കുകയും ചെയ്യും. അയാൾ ഉറങ്ങുവാണെങ്കിൽ അയാൾ ഉണരുന്നതിന് വരെ നമ്മൾ കൊട്ടും, പാടും, ആടും. ഞാനെങ്ങും വരുന്നില്ല. എന്തുവാ 10 വീട് പറഞ്ഞപ്പോൾ 25 വീടാ കയറിയത്. എനിക്ക് വയ്യ. അയ്യോ അത് സാരമില്ല, ഇനി ഒരു 10 വീട് കൂടെ ഉള്ളത് കഴിഞ്ഞ് നമുക്ക് പോവാം. എടി എൻ്റെ തുട എറിഞ്ഞ് തീ വരുന്നെന്നോ. തീ വരുന്നെങ്കിൽ ഇച്ചിരി വെള്ളം കോരി കൊണ്ടൊഴിക്കും. വാ അളിയാ, അളിയ ഉണ്ടൊരു രസമുള്ളൂ. വാ. അതാ നമുക്ക് തീർത്തിട്ട് വല്ല സാധനം അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാം. ഇത് ലാസ്റ്റ്. ചേട്ടാ ഇവൻ എന്തോ കാണിക്കുന്നത്? ഏതാ എന്തൊതുക്കുവാണോ നീ? വിക്സ് ഫിക്സ് എന്തിനാടാ? തലവേദന വരത്തില്ലയോ? ഏതാ എന്തിനാടാ ഇതൊക്കെ ഇപ്പോ? വേണ്ട, വേറെ റൈറ്റ് എൻ്റെ ഉണ്ട്. ആ അത് പതാ. എന്തുവാ അതാ? പാരസെറ്റമോള്. ഏതാ എന്തിനാടാ പാരസെത്താൻ പോകുന്നത് നമുക്കിപ്പോ? നമ്മൾ കക്കാൻ പോകുന്ന രാത്രിയില്ലയോ? മഞ്ഞൊക്കെ ഇല്ലേ? പനി വരത്തില്ലയോ? വരത്തില്ല. വേറെ റൈറ്റ് ഉണ്ട്. എന്തുവാ അതാ? കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് കാഴ്ചശക്തി കൂടും. ഏതാ ഇതൊക്കെ എന്തിനാടാ? നീ ഇരിക്കുന്ന ലാപ്ടോപ്പ് കണ്ടോ? കണ്ടില്ല. എടാ അത് നിൽക്കടാ. എൻ്റെ ദൈവമേ, ഇതിനെ കൊണ്ടൊക്കെയാണല്ലോ മൂത്തിക്കാൻ വരുന്നത്. കുരിയാച്ചോ 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 കുരിയാച്ചായോ കുരിയാച്ചോ 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 കുരിയാച്ചായോ കുരി കുരി കുരിയാച്ചായോ ചായോ കുരി കുരി കുരിയാച്ചായോ കുരി കുരി കുരിയാച്ചായോ ചായോ കുരി കുരി കുരിയാച്ചായോ. നീ കേട്ടാതെന്നോ? ഞാൻ കേട്ട്. കുത്ര മണി കുത്ര. ചിലപ്പോ 5 മിനിറ്റ് ആരെയും പോകും. നമുക്ക് പോവാം. പോവാനോ? അയാൾ എണ്ണീറ്റ് അയാളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇടിപ്പിക്കും. അയാൾ ഇണ്ണിക്കുന്നതിനെ ഞാൻ ഇടിപ്പിക്കും. എൻ്റെ പിന്നെ ഇവിടെ ആരും ഇല്ലെന്ന്. ഇല്ലാത്തൊന്നുമല്ല, അയാൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാത്തിരിക്കുന്നയാ. പോവുന്നില്ലല്ലോ. പാത്ത് പാത്ത് പോയിരിക്കും. പോയി കാണും. എന്തിനുള്ള പുറപ്പാടാ? അളിയാ, നോക്കി
ആളുണ്ട്. കുരിയാച്ചോ 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 കുരിയാച്ചായോ കുരിയാച്ചോ കൊണ്ട് പണി ഉണ്ടാക്കുന്നു. കുരിയാച്ചോ കുരിയാച്ചായോ കുരിയാച്ചോ കുരി കണ്ട് 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 കുരിയാച്ചായോ. എന്റെ പൊന്നടാ നിനക്ക് തോന്നിയതായിരിക്കും. എന്നാൽ നമുക്കൊന്ന് പോയാലോ? എന്നാ ശരിയാണോ, വേണം നമുക്കങ്ങ് പോവാം. സമാധാനമായി. ഒരു കാര്യം ചെയ്, നീ മേപ്പോത്ത് പോ, നീ ആ റൂമിലോട്ട് പോ. അല്ലേ വേണ്ട, നമുക്ക് 3 പേർക്കും അങ്ങോട്ട് പോ. അതാ നല്ലത്. ബാ എന്നാ ബാ. അതിനെടുത്തോണേ. താണ്ടാ നല്ല അടിപൊളി ഒരു വിളക്കിരിക്കുന്നു. ഏതാ ഞാൻ ഇതുക്കാം, നീ പിതിക്ക്. നമ്മളിനി എന്തോ ചെയ്യുവതാ? ഇപ്പം എന്തോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോ എല്ലാവരും മോന്തയ്ക്ക് വെള്ളമൊക്കെ തേച്ച് വന്നിട്ട് വാ. വാ വാ. തുറക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ആളുണ്ടത്. ഹലോ കുരിയച്ചായ. ഇത് കുരിയച്ചാനല്ല, പിന്നെ ഞങ്ങൾ കുതുവച്ചൻ്റെ ബന്ധുക്കളാ. കുരിയച്ചായൻ എന്തിയേ? അയ്യോ, കുതിയച്ചാൻ ഇവിടെ ഇല്ല കേട്ടോ. കുതിയച്ചാൻ മോത ഓസ്ട്രേലിയ പോയേക്കുവാ. മോത വാങ്ങിക്കാൻ ഓച്ചറ പോയോ? എപ്പോ വരും ഓച്ചറയെന്ന്? അയ്യോ കുരിയച്ചായനെ മോടടുത്താ, ഓസ്ട്രേലിയയിലാ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ പാടാം. അയ്യോ പാത്തിപ്പോ പാടണ്ട കേട്ടോ. കുഞ്ഞാ നീ ഒതങ്ങുക, കുഞ്ഞ് ഒതുങ്ങുന്നോണ്ട് കുഞ്ഞ് പാത്ത് പാടണ്ട. മോനെ മോനെ അതെങ്ങിന്നെ കഥയല്ലേ കുഞ്ഞു പാവ. കുഞ്ഞ് ഒതങ്ങുക കേട്ടോ. കുഞ്ഞ് അപ്പി ഇട്ട് തിരിക്കുക കേട്ടോ. അതിൻ്റെ ഡൈപ്പറൊന്ന് മാറാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങള്. കുഞ്ഞ് അപ്പി കഴുകുമ്പോ എന്തായാലും എണ്ണിക്കുമല്ലോ. അപ്പൊ ഇപ്പഴേ നല്ല പാട്ട് കേട്ടങ്ങ് എണ്ണിക്കട്ടെ. അച്ഛനും അമ്മയും കൂടെ കരുവിയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അച്ഛനും അമ്മയാണോ നിങ്ങള്? അല്ല അല്ല, ഞങ്ങൾ അച്ഛനും അമ്മയല്ല. അപ്പൊ കൊച്ചിന്റെ അമ്മ അകത്ത് പാല് കൊടുത്തോണ്ടിരിക്കുക. കൊച്ചി ഇവിടെ നിൽക്കുമ്പോ അമ്മ ആർക്കാ അകത്ത് പാല് കൊടുത്തോണ്ടിരിക്കുന്നേ? അമ്മ കുഞ്ഞിന് കുതിക്കാൻ പാല് തിളപ്പിക്കും അല്ലേ ഇവിടെ? പാല് കുതിക്കാനോ? അല്ലല്ല, അമ്മ അകത്തുണ്ട്. അപ്പൊ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി പാല് ഉറപ്പിച്ചോണ്ടൊക്കെ ഇരിക്കുക. എന്നാ പാല് കളക്കട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇരിക്കണ്ട എന്നാ പാതിക്കോ. എന്നാ പാതിക്കോ. പാതേ പാതേ പാപ്പാ വന്നില്ലേ, ക്രിസ്മസ് അറിഞ്ഞില്ലേ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? സാന്റാ വന്നില്ലേ, കരോളുണ്ണാൻ വന്നില്ലേ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? സാന്റാ മനസ്സിലായോ? മനസ്സിലായോ? സാന്റാ മനസ്സിലായോ?
ചേർന്ന് യേശുവാവേ ഇനി ഒന്നായി ചേർന്ന് കൊണ്ടാടണ്ടേ. വടി 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 പിടിച്ച് വന്നില്ലേ, സമ്മാനമായി വന്നില്ലേ, പൊടി കളിച്ച് വന്നില്ലേ, ഡ്രംസ് കൊട്ടി വന്നില്ലേ, എന്നെ നിനക്ക് മനസ്സിലായോ 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 മനസ്സിലായോ. നല്ല പാട്ടായിരുന്നു, നല്ല പാട്ട അല്ലേ? കൊള്ളാം കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ല പാട്ട. ഞാനേ പള്ളി ഇട്ടേക്കുന്നേ, കുഞ്ഞിനെ അപ്പിയൊക്കെ പോന്നേ ആവാന്നേ. ആ എന്നാ ഇതോ ഇത് പള്ളിയിൽ എവിടെങ്കിലും ഇരുന്നേ. 500 രൂപയോ? 500 രൂപയോ? അയ്യോ കുറഞ്ഞു പോയോ? ഞങ്ങളുടെ കയ്യിൽ അതേ ഇപ്പോന്ന് കേട്ടോ. കുര്യച്ചാന്റെ ബന്ധു തന്നെയല്ലയോ? ആ അതെ, കുതിയച്ചാൻ്റെ ബന്ധുവാ. എന്നാ ശരി, ഞങ്ങൾ വരട്ടെ എന്നാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സില്ലാത്തവരെ എല്ലാത്തിൻ്റെയും വീട്ടിൽ അടിയും ബഹളവും കത്തിക്കുത്തും. ഹാപ്പി ക്രിസ്മസ്. ശരി ശരി ആയിക്കോട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അളിയ വാ, വാളിയ. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. നിക്കടാ, നമ്മളേതോ ഭാഗ്യത്തിന് രസവത്തത്. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കൈ കിട്ടുന്നത് എന്താണോ എടുത്തോണ്ട് രസവത്തോ. ഓക്കെ, ഇതായപ്പോഴും വെച്ചോ. വാ വാ. എനിക്ക് വയ്യടാ, ക്ഷീണിച്ച് നമുക്ക് നിർത്താം. ചേച്ചിക്ക് ഇത്ര വൈബ് മതിയോ? മതി, വേണ്ട മാത്തനും മലന്ന് മതി. ഇന്ന് നമ്മൾ എത്ര വീട് കയറിയടാ? നമ്മളൊരു 30 വീട് കയറി കാണും. അയ്യോ എടാ നിർത്തടാ, മതിയടാ. ഓ എന്തുവായാലും വയ്യ. ഞാനെന്നാ ഈ വീട്ടിൽ കയറി ഇവിടുത്തെ അമ്മ മേടിച്ച് കാപ്പി ഇടാൻ പറയട്ടെ. അറിയാം അമ്മമ്മ? അറിയത്തൊന്നുമില്ല, പറഞ്ഞു നോക്ക്. എൻ്റെ അമ്മമ്മ എടാ എന്ത് വേണ്ടി സാധനങ്ങളാണ് കുറുവച്ചൻ്റെ വീട്ടിൽ? സത്യം പറഞ്ഞാൽ മൊത്തം ഞാൻ തൂത്ത് പതക്കി എത്തിയിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടാ. നമ്മൾ രസപ്പെട്ടു. നമുക്ക് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒരു രസപ്പെട്ട നീ ബാ. ഇനി ഏരിയ പിടിക്കണ്ട കേട്ടോ, ഇനി ഏരിയ പിടിക്കണ്ട. അത് ബാ. നമ്മൾ ഇനി എന്തിനാ എവിടെ ഇരിക്കുന്നത്? നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. വാ എണീക്ക്. എൻ്റെ അമ്മേ. ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്തോ ഇവിടെ ഞങ്ങള് കരോളിന് ഇറങ്ങിയതാ സാറേ. എന്തോ കരോള്? വെറൈറ്റി അല്ലേ സാറേ? മറിയം, ഔസേപ്പ്, ആട്ടിടയന്മാര്. ഓഹോ, മറിയ ഔസേപ്പും ആട്ടിടയന്മാരൊക്കെ ഓക്കെ. ഞാൻ വായിച്ച ബൈബിളിനകത്ത് ഈ 3 കാട്ടളന്മാരില്ലല്ലോ. ഏതാ ഇവന്മാര്? അയ്യോ സാറേ, അത് ഞങ്ങള് യേശുവിനെ കുറിച്ച് തയ്ക്കുമ്പോൾ ഞങ്ങൾ സൈഡിരിക്കുന്ന കുന്തം പിടിച്ച് നിൽക്കുന്നു സാറേ. ഞങ്ങൾ അവരാ കുന്തം. കുന്തം പിടിക്കുന്നവരാ. അതെ അതെ. ഈ പോളിയ പോലെ എടുക്കാത്ത ഈ കുഞ്ഞിനെ വന്നോടാ നീയൊക്കെ വന്ന് കുത്തുന്നത്? സാറേ അവര് വതരുമല്ലോ. അതെ, വളരെ വതരുമ്പോ കുത്താലോ നമുക്ക്. കുത്തി താഴെടാം. എന്തോടെ അതിനകത്ത്? നിറയെ സമ്മാനങ്ങളാ സാറേ, ക്രിസ്മസ് ഫാദറിന്റെ സമ്മാനങ്ങള്. സമ്മാനം സാറേ ഞങ്ങൾക്ക് ഇവരെ അറിയത്തൊന്നുമില്ല. എന്താ ഭഗവാനെ സാറേ, 10 കള്ളവാ സാറേ, 10 കള്ളം. ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. എന്താ ഭഗവാനെ. അയ്യോ അയ്യോ, നമ്മളെല്ലാം കൂടെ കുതിയച്ചായന്റെ വീട്ടിൽ കളിച്ചത് ഓർമ്മയില്ലയോ ചേച്ചി? ആ ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരെ കണ്ടു പരിചയമുണ്ടെന്ന്. ഓഹോ, അപ്പൊ നിനക്കൊക്കെ ഇവന്മാരെ അറിയാം. അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവരെ അറിയാം. പക്ഷെ സാറ് പറയുന്ന അറിവല്ല ഞങ്ങൾക്കുള്ളത്. എന്റെ പൊന്ന് സാറേ, ഇത് കള്ളത്തരം പതിവാ സാറേ. ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്ങാ സാറേ, ഞങ്ങൾ ഒരു ഗ്യാങ്ങാ.
നിന്നെയൊക്കെ ഞാൻ എവിടെയോ. നീയൊക്കെ കുറുവാളല്ലേടാ? അയ്യോ സാറേ അങ്ങനെ പറയല്ലേ സാറേ, ഞങ്ങൾ കുരുവേ അല്ല അല്ല സാറേ ഞങ്ങള്. നീയൊക്കെ എന്നെ പറ്റിക്കാൻ നോക്കുവാണ്. ക്രിസ്മസിന്റെ സീസൺ ആയപ്പോ കരോളിന്റെ വേഷവും കെട്ടി ഇറങ്ങിയൊക്കെ എല്ലാം കൂടെ. ഞങ്ങളൊന്നും ചെയ്തില്ല. കേറാ ജീപ്പിനകത്ത്. ജീപ്പ് ജീപ്പ്. ഹലോ കൺട്രോൾ റൂം, കേൾക്കുന്നുണ്ടോ? ആ, ഏതാ നഗറിലേക്ക് 2 ജീപ്പ് വിട്ടായിരുന്നു. ഒരു വനിതാ കോൺസ്റ്റബിൾ വേണം ഇമ്മീഡിയറ്റ്ലി. എന്താ കാര്യമെന്നോ? കരൾ വേഷം കെട്ടി ഒരു സംഘം കുറുവ തൊണ്ടി മുതലായിട്ട് എൻ്റെ കൺമുന്നിലുണ്ട്. എത്രയും പെട്ടെന്ന് വേണം. ആ ഓക്കെ. ആ ഓക്കെ സാറേ. സാറല്ല, മിണ്ടരുത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സില്ലാത്തവർക്ക് എന്നും പോലീസ് കേസും മോഷണവും. ചുമ്മാ ഇരിയടേ.